प्रिय बच्चे नमस्ते। सभी सुरक्षित है ना? ओके। पिछले कक्षा में हमने ज़रूरी खुराक नामक एक एकांगी के बारे में चर्चा किया। वे कैसे लगे? अच्छी हैं? सभी ने अच्छी तरह पढ़ गया? ओके। आज का पाठ का नाम है एक दौड़ ACB। एक दौड़ मीन्स റണ്ണിങ് അല്ലേ? एक दौड़ ACB ഇപ്രകാരം ഇങ്ങനെയും एक दौड़ ഇങ്ങനെയും ഒരു ഓട്ടം. ओके, अदाണ് എന്താ നോക്കാം നമുക്ക്. पहले आप लोग एक चित्र देखा है. इस चित्र में क्या क्या देखते हैं? എന്തൊക്കെയാണ് ചിത്രത്തിൽ കാണുന്നത്? कई बच्चों ने दौड़ने को तैयार है. ओके, दौड़ने के लिए तैयार होने के एक चित्र है. ये सभी बच्चे ने कैसा है? എങ്ങനെയുള്ളതാണ് കുട്ടികൾ? इसकी हालत कैसा है? सभी बच्चों का हालत कैसा है? എന്താണ് അവരുടെ അവസ്ഥ എന്താണ്? सभी को कोई न कोई विकलांग है, शारीरिक विकलांग है അല്ലേ? എന്തൊക്കെയോ ചില ശാരീരിക അസ്വസ്ഥതകൾ, ശാരീരിക വികലാംഗത്വം ഉള്ള കുട്ടികളാണ് കാണാൻ പറ്റുന്നത് അല്ലേ? अब देखिए पाठ भाग. कई साल पहले ओलंपिक खेलों के दौरान एक विशेष दौड़ होने जा रही थी. 100 मीटर की इस दौड़ में एक गजब की घटना हुई. 9 प्रतिभागी शुरुआत की रेखा पर तैयार खड़े थे. उन सभी को कोई न कोई शारीरिक विकलांगता थी. सीटी बजी, सभी दौड़ पड़े. बहुत तेज तो नहीं, पर उनमें जीतने की होड़ जरूर तेज थी. सभी जीतने की उत्सुकता के साथ आगे बढ़े. तभी एक छोटा लड़का ठोकर खाकर लट खड़ाया, गिरा और रो पड़ा. उसकी आवाज़ सुनकर बाकी प्रतिभागी दौड़ना छोड़ देखने लगे कि क्या हुआ. फिर एक एक करके वे सब उस बच्चे की मदद के लिए उसके पास आने लगे. सबके सब लौट आए. उसे दोबारा खड़ा किया. उसके आंसू पहुँचे, धूल साफ की. कपड़े की दशा देख लड़के की दशा देख एक बच्ची ने उसे अपने गले से लगा लिया और उसे प्यार से चूम लिया, ये कहते हुए कि अब ठीक हो जाएगा. फिर तो सारे बच्चों ने एक दूसरे का हाथ पकड़ा और साथ मिलकर दौड़ लगाई. सबके सब अंतिम रेखा तक एक साथ पहुंच गए. दर्शक मंत्रमुग्ध होकर देखते रहे. इस सवाल के साथ कि सबके सब एक साथ बाजी जीत चुके हैं, इनमें से किसी एक को स्वर्ण पदक कैसे दिया जा सकता है? निर्णायकों ने भी सबको स्वर्ण पदक देकर समस्या का शानदार हल ढूंढ निकाला. सबके सब एक साथ विजयी इसलिए हुए कि उस दिन दोस्ती का अनोखा दृश्य देख दर्शकों की तालियां थमने का नाम नहीं ले रही थी. ओके, एक दौड़ ACB ഇങ്ങനെയും ഒരു ഓട്ടം. कई साल पहले, साल मीन्स ईयर അല്ലേ? कई साल पहले मीन्സ് ബിഫോർ അല്ലേ? कई साल पहले അല്ലേ? ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഒളിമ്പിക് ഖേലോം കെ ദൗരാൻ, ഒളിമ്പിക്സ് ഗെയിംസിൻ്റെ ദൗരാൻ മീൻസ് ഡ്യൂറിങ് സമയത്ത്, ആ സമയത്ത് ഒളിമ്പിക്സ് ഗെയിംസിൻ്റെ ആ സമയത്ത് एक विशेष दौड़, ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ദൗഡ് ഹോനെ ജാ രഹി തി, ഒരു ഓട്ടം ഹോനെ ജാ രഹി തി നടന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്? കൈ സാൽ പെഹലെ ഒളിമ്പിക് ഖേലോം കെ ദൗരാൻ അല്ലേ? കുറേ വർഷങ്ങൾക്ക് മുൻപ് ഒളിമ്പിക്സ് ഗെയിംസിന് ആ സമയത്ത് ഏക് വിശേഷ് ദൗഡ് ഹോനെ ജാ രഹി തി, ഒരു പ്രത്യേക തരത്തിലുള്ള ഓട്ടം നടന്നിട്ടുണ്ടായിരുന്നു. ഇനി എന്താ നോക്കൂ. 100 मीटर की इस दौड़ में 100 मीटर्स അല്ലേ? 100 मीटर्സ് ഈസ് ദൗഡ് മേ, റണ്ണിങ് കോമ്പറ്റീഷനിൽ ഏക് ഗജബ്, എന്താ ഗജബ്? അമേസിങ് അല്ലേ? വളരെ ഒരു വിചിത്രമായിട്ടുള്ള ഘട്ന ഹുയി, ഘട്ന മീൻസ് ഇൻസിഡൻറ്റ്, സംഭവം.
ഹുയി ഉണ്ടായി. അപ്പോൾ 100 മീറ്റർ കീസ് ദൗഡ് മേ 100 മീറ്റേഴ്സ് റണ്ണിങ് കോമ്പറ്റീഷനിൽ റണ്ണിങ്ങിൽ ഈ ഗജബ് കി ഘട്ടന ഹുയി, ഒരു അമേസിംഗ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. നൗ പ്രതിഭാഗി, എത്രയാണ് 9 പ്രതിഭാഗി, 9 മീൻസ് 9 അല്ലേ, 9 കണ്ടസ്റ്റൻസ്, 9 പാർട്ടിസിപ്പേറ്റ് എന്ത് ചെയ്തു, ശുരുവാത് കി രേഖ, എന്താ ശുരുവാത് കി രേഖ, സ്റ്റാർട്ടിംഗ് ലൈൻ അല്ലേ. ഇപ്പോൾ റണ്ണിങ് കോമ്പറ്റീഷനിൽ 2 ലൈൻസ് ഉണ്ടായിരിക്കും, ഒന്ന് സ്റ്റാർട്ടിംഗ് ലൈൻസും പിന്നെ എന്താണ് എൻഡിങ് ലൈൻസും ഉണ്ടായിരിക്കും അല്ലേ. അങ്ങനെ 9 പ്രതിഭാഗി അല്ലേ, 9 പാർട്ടിസിപ്പേറ്റ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ശുരുവാത് കി രേഖ പർ, ആ സ്റ്റാർട്ടിംഗ് ലൈനിൽ തയ്യാർ ഘടകത്തെ റെഡിയായി നിൽക്കുമായിരുന്നു. അപ്പോൾ എന്തിന്, ഓടാൻ വേണ്ടിയിട്ട് അല്ലേ, ദൗഡ്നെ കെ ലിയെ ശുരുവാത് കി രേഖ പർ 9 പ്രതിഭാഗിനെ തയ്യാർ ഹോക്കർ ഭാഗിനെ കെ ലിയെ തയ്യാർ ഘടകത്തെ അല്ലേ, ഓടാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയായിരുന്നു. ഉൻ സബീക്കോ, അവർക്ക് എല്ലാവർക്കും കോയി ഇന്ന കോയി, എന്താണ് കോയി ഇന്ന കോയി, എന്തൊക്കെയോ ശാരീരിക വികലാംഗത തി, ഒരു ശാരീരിക വൈകല്യങ്ങൾ, വൈകല്യങ്ങൾ തി ഉണ്ടായിരുന്നു. അപ്പോൾ ഉസ് 9 പ്രതിഭാഗിയോം കോ കോയി ന കോയി ശാരീരിക് വികലാംഗത തി, ആ 9 പാർട്ടിസിപ്പേറ്റ്സിനും എന്തുണ്ടായിരുന്നു, എന്തൊക്കെയോ ശാരീരിക പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. സീറ്റി ബജി, സെക്കൻഡ് പാരഗ്രാഫ്. സീറ്റി ബജി സബി ദൗഡ് പടെ, അങ്ങനെ സീറ്റി മീൻസ് വിസിൽ, വിസിൽ ബജി, വിസിൽ വന്നു. സബി ദൗഡ് പടെ, എല്ലാവരും എന്ത് ചെയ്തു, ദൗഡ് പടെ, അവർക്ക് എല്ലാവരും ഓടേണ്ടതായിട്ട് വന്നവർക്ക് വിസിലടിച്ചപ്പോൾ. ബഹു തേജ് തോ നഹീം, ബഹു തേജ് വളരെ സ്പീഡിൽ, തോ നഹീം ഒന്നുമല്ല, വളരെ സ്പീഡിലൊന്നുമല്ല, പർ എന്നാൽ. അപ്പോൾ ശാരീരിക വികലാംഗത കെ കാരൻ ഉസ്കോ ബഹുത് തേജി സെ ദൗഡ്ന ന സക അല്ലേ, വളരെ ശാരീരിക വൈകല്യമുള്ളത് കാരണം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, ആ സ്പീഡിലൊന്നും ഓടാൻ സാധിച്ചില്ല. पर उनमें जीतने की होट ज़रूर तेजी, पर എന്നാൽ ഉന്മേ, ഇതിലൊരു ചുമണ്ട് കേട്ടോ, മാറ്റുമോ പറഞ്ഞതിന് മുന്നേ ആ പാരഗ്രാഫ് മുതലേ പറയാം കേട്ടോ, വീണ്ടും പറയാം. സീറ്റി ബജി, സെക്കൻഡ് പാരഗ്രാഫ്. സീറ്റി ബജി, വിസിൽ വന്നു. സബി ദൗഡ് പടെ, എന്ത് ചെയ്തു, സബി ദൗഡ് പടെ എല്ലാവർക്കും ഓടേണ്ടതായിട്ട് വന്നു. ബഹുത് തേജ് തോ നഹി, വളരെ സ്പീഡിൽ, ബഹുത് തേജ് മീൻസ് വളരെ സ്പീഡിലൊന്നും, തോ നഹീം അല്ല, പർ എന്നാൽ ഉന്മേം. അപ്പോൾ അവർക്ക് എന്താണ്, ശാരീരിക വൈകല്യം കാരണം അവർക്ക് സ്പീഡിലൊന്നല്ല അവർ ഓടിയിരുന്നത്, പർ ഉന്മേം എന്നാൽ അവരിൽ ജീത്തിനേക്ക് ഹോഡ്, വിജയിക്കാനുള്ളൊരു ഹോഡ്, വാശി, ജരൂർ തേജ് തീ, അത് അവരുടെ ഉള്ളിൽ നന്നായിട്ടുണ്ടായിരുന്നു. സബി ജീത്തിനേക്ക് ഉത്സുകത സാത്ത്, അങ്ങനെ സബി എല്ലാവരും, ജീത്തിനേക്ക് വിജയിക്കാനുള്ള ഉത്സുകത, ഉത്സുകത മീൻസ് ഉത്സാഹം, കെ സാത്ത് ഉത്സാഹത്തോടു കൂടി, ആകെ ബഡെ മുന്നേറി. തബി ഏക്ക് ചോട്ടാലെടുക്കുക, അപ്പോഴാണ് ഏക്ക് ചോട്ടാലെടുക്കുക, ഒരു ചെറിയ ആൺകുട്ടി ടോക്കർ ഗാക്കർ കാല് തെന്നിയിട്ട് ലഡ് ഖടായ തെന്നി വീണു അല്ലേ. ഒരു മിനിറ്റ്, പറയട്ടെ. തബി ഏക് ചോട്ടാലെടുക്കുക, ടോക്കർ ഗാക്കർ ലഡ്ഖടായ, തബി അപ്പോഴാണ് ഏക് ചോട്ടാലെടുക്കുക, ഒരു ചെറിയ ആൺകുട്ടി, ടോക്കർ ഗാക്കർ ലഡ്ഖടായ അല്ലേ, കാല് തെന്നിയിട്ട് വീണത്. ഗിര, ഗിര മീൻസ് വീഴ, ഫെൽ ഡൗൺ. ഔർ രോപട, എന്നിട്ട് അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി, രോന മീൻസ് ക്രൈയിങ്. ദൗഡത്തെ സമയം ഏക് ചോട്ടാലെടുക്കാനെ ടോക്കർ ഗാക്കർ ലഡ്ഖടായ ഗിര ഔ രോപട അല്ലേ. ഓടാൻ തുടങ്ങിയ സമയത്ത് ഒരു ചെറിയ ആൺകുട്ടി എന്ത് ചെയ്തു, കാല് തെന്നിയിട്ട് അവൻ വീഴുകയും കരയുകയും ചെയ്തു.
ഉസ്കി ആവാസ് സുൻകർ, ആവാസ് മീൻസ് സൗണ്ട്, ഉസ്കി ആവാസ് സുൻകർ അവൻ്റെ സൗണ്ട് കേട്ടിട്ട് ബാക്കി പ്രതിഭാഗി, ബാക്കിയുള്ള പ്രതിഭാഗി മീൻസ് കണ്ടസ്റ്റൻസ് യാ പാർട്ടിസിപ്പൻസ് എന്ത് ചെയ്തു? ദൗഡ്ന ചോട് ദേക്കിനെ, അവരുടെ ദൗഡ്ന റണ്ണിങ് ഓട്ടം, ചോട് സ്റ്റോപ്പ് ചെയ്തു, എന്നിട്ട് ദേക്കിനയിലേക്ക് അവർ നോക്കാൻ തുടങ്ങി. കി അതായത് ക്യാ ഹുവ അല്ലേ, വാട്ട് ഹാപ്പൻ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി അവർ അവരുടെ ഓട്ടം നിർത്തിയിട്ട് അവർ നോക്കി, പിന്നിലേക്ക് നോക്കി. ഫിർ എന്നിട്ട് ഏക്ക് കർക്കെ ഓരോരുത്തരായിട്ട് അവർ സബ് അവരെല്ലാം ഉസ് ബച്ചയ്ക്ക് മദത് കേലിയെ, ഉസ് ബച്ചയ്ക്ക് ആ കുട്ടികളെ മദത് കേലിയെ, മദത് മീൻസ് ടു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഉസ്കെ പാസ് ആനയിലേക്ക് അവനടുത്തേക്ക് വരാൻ തുടങ്ങി. സബ്കെ സബ് ലൗട്ടായി, അങ്ങനെ സബ്കെ സബ് എല്ലാവരും ലൗട്ടായി തിരികെ വന്നു കുട്ടിയുടെ അടുത്തേക്ക്. ഉസെ ദൊബാര ഗഡാക്കിയ, ഉസെ അവനെ വന്നിട്ട് എന്ത് ചെയ്തു? ദൊബാര മീൻസ് ട്വൈസ് രണ്ടാം പ്രാവശ്യവും, ഗഡാക്കിയ അവരെ എണീപ്പിച്ച് നിർത്തി. ഉസ്കെ ആംസു പോഞ്ചെ അവനെ ആംസു മീൻസ് ടീയേഴ്സ് കണ്ണുനീര് എന്ത് ചെയ്തു? പോഞ്ചെ മീൻസ് ആ ഉപ്പിയെടുത്ത് കണ്ണുനീരൊക്കെ തുടച്ചു. ധൂൾ സാഫ്കി അവൻ വീണപ്പോൾ എന്തുണ്ടായിട്ടുണ്ടായിരുന്നു? ആ പൊടിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു മേല് അല്ലേ, അങ്ങനെ ധൂൾ സാഫ്കി ആ പൊടിയൊക്കെ അവർ ക്ലിയർ ചെയ്തു. ലഡ്ക്കേക്ക് ദശ മീൻസ് കണ്ടീഷൻ, ലഡ്ക്കേക്ക് ദശ ദേക്ക് കർ ആ ബോയുടെ ആൺകുട്ടിയുടെ ആ കണ്ടീഷൻ കണ്ടിട്ട് ഏക് ബച്ചീനെ ഒരു ലഡ്ക്കി അല്ലേ, ഏക് ബച്ചി മീൻസ് ആ ഒരു ഗേൾ എന്ത് ചെയ്തു? ഉസെ അവനെ അപ്പനെ ഗലേസെ ലഖാലിയ തൻ്റെ ഗലേസെ തോളോട് തോൾ ചേർത്ത് നിർത്തി ആശ്വസിപ്പിച്ചു. ഫി ഔർ ഉസെ പ്യാർ സെ ചൂംലിയ എന്നിട്ട് ചെറിയ കുട്ടികളാണ് അല്ലേ, അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്തു അവർ? ഔർ ഉസെ അങ്ങനെ അവനെ പ്യാർ സെ ചൂംലിയ സ്നേഹത്തോടു കൂടി അവനൊരു ഉമ്മ വെച്ചു കൊടുത്തു അല്ലേ. യേ കെയ്ത്തേ ഹുയെ ഇതും പറഞ്ഞുകൊണ്ടാണ് കി എന്താ പറഞ്ഞത്? അബ് ടീക് ഹോ ജായേഗ എന്താ അബ് ഇനി ടീക് ഹോ ജായേഗ ഇനി ശരിയായിക്കോളും, ഇനി നിനക്ക് നന്നായിട്ട് ഓടാൻ സാധിച്ചോളും, ഇനി നീ വീഴൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവനെ മോട്ടിവേറ്റ് ചെയ്തു. മനസ്സിലായോ? നെക്സ്റ്റ് പാരഗ്രാഫ്. फिर तो सारे बच्चों ने एक दूसरे का हाथ पकड़ा. फिर तो എന്നിട്ട് എന്തുണ്ടായത്? സാരേ ബച്ചോംനെയും എല്ലാ കുട്ടികളും ഏക് ദൂസരേ കാ ഹാത്ത് പരസ്പരം, ഏക് ദൂസരെ ഒരാൾ മറ്റൊരാളുടെ എന്ന് പറഞ്ഞാൽ എന്താണ്? പരസ്പരം ആപ്പസി ഹാത്ത് പക്കട പരസ്പരം എന്ത് ചെയ്തു? കൈകൾ കോർത്ത് പിടിച്ചു. ഔർ എന്നിട്ട് സാത്ത് മിൽക്കർ ഒന്നിച്ച് ദൗഡ് ലഗായി ഓടാൻ തുടങ്ങി. സബ്കെ സബ് അന്തിം രേഖ തക്ക് ഏക് സാത്ത് പहुंच गया. സബ്കെ സബ് എല്ലാവരും അന്തിം രേഖ തക്ക് ആ എൻഡിങ് ലൈൻ വരെ ഏക് സാത്ത് പहुंच गए ഒന്നിച്ച് 9 പാർട്ടിസിപ്പേറ്റ്സും ഓടിയെത്തി. ദർശക് മന്ത്രമുക്ത് ഹോക്കർ ദേഖ്തേ രഹേ അങ്ങനെ ഓഡിയൻസ് എന്ത് ചെയ്തു? മന്ത്രമുക്ത് ഹോക്കർ ആശ്ചര്യത്തോട് കൂടിയിട്ട് ദേഖ്തേ രഹേ ഈ കാഴ്ച ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സവാൽ കെ സാത്ത് ഈ ചോദ്യത്തോടൊപ്പം തന്നെ ചോദ്യമുണ്ടായിരുന്നത് എന്താണ്? സബ്കെ സബ് ഏക് സാത്ത് ബാജി ജീത് ചുക്കേ ഹേ എന്താണ് അവിടെ ഉള്ള ചോദ്യം ഉണ്ടായിരുന്നത്? സബ്കെ സബ് എല്ലാവരും ഏക് സാത്ത് ബാജി ജീത് ചുക്കേ ഹേ ഒന്നിച്ചിട്ടാണ് ബാജി ജീത് ചുക്കേ മത്സരത്തിൽ വിജയിച്ചത്. ഇൻമേം സേ എന്താ ക്വസ്റ്റ്യൻ? ഇൻമേം സേ ഇവരിൽ കിസി ഏക്കോ ഏതെങ്കിലും ഏക്കോ ഒരാൾക്ക് സ്വർണ്ണ പതക്കം ഗോൾഡ് മെഡൽ കേസേ ദിയാ ജാ സക്താ ഹേ എങ്ങനെയാണ് നൽകുക? അപ്പോൾ എല്ലാവരും 9 പാർട്ടിസിപ്പേറ്റ്സും ഒരേപോലെയാണ് ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയത്. ഇവരിൽ നിന്ന് ഒരാൾക്ക് എങ്ങനെയാണ് സെലക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ഗോൾഡ് മെഡൽ കൊടുക്കുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ വന്നു. निर्णायकों ने भी सबको स्वर्ण पदक देकर समस्या का शानदार हल टूट निकाला. നിർണായകോംനെ അങ്ങനെ ജഡ്ജസ് എന്ത് ചെയ്തു? സബ്കോ എല്ലാവർക്കും 9 പാർട്ടിസിപ്പേറ്റ്സിനും സ്വർണ്ണ പതക് ദേക്കർ ആ ഗോൾഡ് മെഡൽസ് നൽകിയിട്ട് സമസ്യാക്ക അവിടുത്തെ ആ പ്രശ്നം പ്രോബ്ലം അല്ലേ ആ പ്രശ്നം ഷാൻദാർ ഹൽ ഒരു ഗംഭീര ഹൽ മീൻസ് പരിഹാരം അല്ലേ ഗംഭീര പ്രശ്നത്തിന് ഹൽ ടൂഡ് നിക്കാല ഒരു പരിഹാരം കണ്ടെത്തി. അപ്പോൾ निर्णायकों ने क्या किया? निर्णायकों ने सभी बच्चों को या 9 प्रतिभागियों को स्वर्ण पदक देकर
शानदार हल ढूंढ निकाला ആ പ്രശ്നം പരിഹരിച്ചു सबके सब एक साथ विजयी इसलिए हुए कि सबके सब അല്ലെ എല്ലാവരും ഏക് സാത്ത് ഒന്നിച്ച് വിജയിച്ചു ഇസ്ലിയെ ഹുയേക്ക് എങ്ങനെ അവർ ഒന്നിച്ച് വിജയിച്ചത് ഇസ്ലിയെ ഹുയേക്ക് ഇങ്ങനെയാണ് ഉണ്ടായത് ഉസ് ദിൻ ദോസ്തി കാ അനോഖ ദൃശ്യ എന്താന്ന് മനസ്സിലായത് ഉസ് ദിൻ ആ ദിവസം ദോസ്തി കാ അനോഖ ദോസ്തി മീൻസ് ഫ്രണ്ട്ഷിപ്പ് അല്ലെ ഫ്രണ്ട്ഷിപ്പിൻ്റെ അനോഖ ദൃശ്യ ആ വിചിത്രമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ദേക്ക് കണ്ടിട്ട് ദർശകോം കി താലിയാം എന്താ ദർശകോം എന്താണ് ഓഡിയൻസിൻ്റെ താലിയാം അല്ലേ ആ കാഴ്ചക്കാരുടെ താലിയാം മീൻസ് ക്ലാപ്പിംഗ് ദമനേക്ക നാം നഹീം ലേ രഹീത്തി ദമന മീൻസ് അവരുടെ കയ്യടി നിർത്താതെ ഇരുന്നു അതായത് അവർ ക്ലാപ്പ് ചെയ്യാൻ ഒരുപാട് സമയം അവർ ക്ലാപ്പ് ചെയ്തു ഓക്കെ इससे तुमको क्या आप लोगों को क्या मालूम हो गया इस पाठभाग से एक दौड़ ACB नामक इस पाठभाग से इसमें 9 प्रतिभागियों ने दौड़ने के लिए तैयार हो गया है शुरुआत की रेखा पर उस बच्चों ने कोई न कोई शारीरिक विकलांगता भी थी उस समय दौड़ते समय एक लड़का ने अदायद एक दौड़ते समय एक लड़का ने टोकर गाकर लड़खड़ाया गिरा और रो पड़ा അല്ലേ അത് റണ്ണിങ് കോമ്പറ്റീഷനിൽ അവർ ഓടാൻ തുടങ്ങിയ സമയത്ത് सीटी बजते समय ഇല്ലേ വിസിലടിച്ച സമയത്ത് बच्चों दौड़ने के लिए तैयार दौड़ने पड़ा उस समय एक छोटा लड़का ने टोकर गाकर लड़खड़ाया अല്ലേ കാല് തെന്നി വീണു उस समय सभी बच्चों ने उनके पास गया അല്ലേ എല്ലാ കുട്ടികളും അവൻ്റെ അടുത്തേക്ക് പോവുകയും उसको आपसी हाथ पकड़कर अल्ले परस्परम कई पिടിച്ചിട്ട് एक साथ दौड़कर अंतिम टेका पर पहुंच गया अल्ले आ फिनिशिंग पॉइंटिലേക്ക് എല്ലാവരും ഒന്നിച്ചെത്തി अंतुमें सभी को जीत हुआ सभी को स्वर्ण पदक भी मिल गए അല്ലേ എല്ലാവർക്കും സ്വർണ്ണപ്പതക്കം കിട്ടി അല്ലേ അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാവുന്നത് इसमें एक अनोखा दोस्ती का चित्र मिलते हैं ഒരു വിചിത്രമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ ചിത്രമാണ് ഇതിന് കിട്ടുന്നത് അല്ലേ शारीरिक विकलांगता हो तो भी उनमें जीत लेने का एक ഹോട്ട് ഹേ അല്ലേ അതായത് ശാരീരിക വൈകല്യം ഉണ്ടെങ്കിൽ കൂടി അവർക്ക് വിജയിക്കാനുള്ള ഒരു ഹോട്ടുണ്ട് വാശിയുണ്ട് അല്ലേ ഓക്കെ അപ്പോൾ ഇന്ന് എന്താ മനസ്സിലായത് एक इससे हम लोगों को आप लोगों को क्या मालूम हो गया इससे एक दोस्ती का अनोख चित्र मिलते हैं അല്ലേ ഒരു വിചിത്രമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ചിത്രമാണ് ഇവിടെ കിട്ടിയത് അല്ലേ ओके आज लिए गए पाठभाग बार बार पढ़ना कोई संदेह तो मुझसे पूछिए आज की कक्षा में यहाँ समाप्त करती हूँ धन्यवाद।